ഏതെങ്കിലും ഒരു ഭാര്യ അങ്ങനെ ആഗ്രഹിക്കുമോ? ദേ, മഞ്ജുവിനെ അവസ്ഥയിൽ കരയിപ്പിക്കുന്നത് കുഞ്ഞിന് നല്ലതല്ല. എടാ, ഞാൻ വേണോന്ന് വെച്ചിട്ടാണോ അവളെ കരയിച്ചത്? സംഭവിച്ചു പോയി. ഞാനിപ്പോ എന്താ വേണ്ടത്? ആ, കുഞ്ഞുണ്ടായാലും ഭാര്യയാണ് നിനക്ക് ഏറ്റവും വലുതെന്ന് നീ മഞ്ജുവിന് ഉറപ്പ് കൊടുക്കണം. അല്ലാതെ നീ ഇങ്ങനെ മസിൽ പിടിച്ച് കിടക്കാതെ ഒന്ന് ചിരിച്ച് ഒന്ന് റൊമാൻറ്റിക് ആയിട്ടൊക്കെ പെരുമാറണം. അതിനെ നീ എന്നെ കണ്ട് പഠിച്ചാ മതി. അങ്ങനെ കോഴിയാവനെന്ന് എന്നെ കിട്ടില്ല. വേണ്ട, നീയേ സദാചാര അമ്മാവനായിട്ട് ഇങ്ങനെ നടന്നു. എടാ, ഭാര്യയോടൊന്ന് ചിരിച്ച് സംസാരിച്ചെന്നോ അവരൊന്ന് പുകഴ്ത്തിയൊന്നോ വിചാരിച്ച് ആകാശം ഒന്ന് ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഭാര്യയുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ സാധിച്ചു കൊടുക്കലേ ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണോ? അതിന് കുറച്ച് പൈങ്കിളിയായേണ്ടി വന്നൊക്കെ വരും. അതൊക്കെ നിന്റെ ഈഗോ മാറ്റിവെച്ച് നല്ല ഹാപ്പി ആയിട്ട് ചെയ്യണം. അല്ലാതെ നീ വല്ല സംഭവം എന്നൊക്കെ പറഞ്ഞു നടന്നാലേ ഇതുപോലെ ഒറ്റക്ക് മനം നോക്കി ഇരിക്കേണ്ടി വരും. ഇവൻ കാരണം എനിക്കും പണി കിട്ടി. ഇവനും മഞ്ജുവും തമ്മിലുള്ള പ്രശ്നം പെട്ടെന്ന് തീർത്തില്ലെങ്കിലേ ഇവന്റെ കൂടെ എനിക്ക് ഇവിടെ കിടക്കേണ്ടി വരും. എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്, നിപ്പ് കണ്ടില്ലേ? വെറുതെ മീശ പിരിച്ച് നിൽക്കാതെ മഞ്ജുനോട് പോയി മാപ്പ് ചോദിക്കാനുള്ള വഴി നോക്കടാ. അവന്റെ ഒരു മീശ. മാപ്പ് പറഞ്ഞേക്ക്. എന്നാലും നിരേൺ എന്നോട് ഇങ്ങനെ പറയാൻ എങ്ങനെ മനസ്സ് വന്നു?